തസ്നി ബഷീർ. വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. കഴുകി വൃത്തിയാക്കിയെടുത്ത അമ്മിയിലേക്ക് 3 പിടി തേങ്ങ ഇട്ട് കനലിൽ ചുട്ടെടുത്ത് ചുവന്ന മുളക് 6 7 എണ്ണം ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. ചമ്മന്തിയുടെ ഒരു പാകമുണ്ടല്ലോ, ആ ഒരു പാകത്തിന് അരച്ചെടുക്കാം. അമ്മിയിൽ അരച്ചെടുത്ത ചമ്മന്തിക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇത് അമ്മിയിൽ തയ്യാറാക്കുന്ന ചമ്മന്തിയാണെന്ന് വിചാരിച്ച് അമ്മിയില്ലാത്ത വീടുകളിൽ ഇത് തയ്യാറാക്കാതിരിക്കണ്ട കേട്ടോ. മുളക് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളെല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ അമ്മിയിൽ അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പുളി ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയാണ് ഈ ചമ്മന്തിക്ക്. നമ്മൾ പൊതിച്ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ചമ്മന്തി തയ്യാറാക്കിയിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ആ പൊതി ഇങ്ങനെ തുറന്ന് കഴിക്കുമ്പോൾ. എൻ്റെ കുട്ടിക്കാലത്ത് മലയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ ഇതേ രീതിയിൽ ചമ്മന്തി തൂക്കുപാത്രത്തിൽ ചോറൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.